ജോലി ചെയ്യുന്നിടം നമുക്ക് എത്രത്തോളം സുരക്ഷിതമാണ്? പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. പ്രമോഷൻ വേണമെങ്കിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാകണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ മോശം കമന്റുകളും നോട്ടങ്ങളും കാരണം ഓഫീസിൽ പോകാൻ തന്നെ പേടി തോന്നിയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇന്ത്യയിൽ സ്ത്രീകൾക്ക് കാവലായുള്ള ഏറ്റവും ശക്തമായ ഒരു നിയമത്തെക്കുറിച്ച്. പോഷ് ആക്ട്, പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ് ആക്ട്. ഇത് 2013 നിലവിൽ വന്നത്. ഈ നിയമം ജോലി സ്ഥലങ്ങളിലെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും അധിക്ഷേപങ്ങളിൽ നിന്നും സ്ത്രീകൾക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്നു. പ്രധാനമായും 2 തരത്തിലാണ് ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്നത്. ക്വിഡ് പ്രോ ക്വോ, അതായത് എന്റെ ചില ആവശ്യങ്ങൾക്ക് വഴങ്ങി തന്നാൽ പ്രൊമോഷൻ തരാം, അല്ലെങ്കിൽ ജോലിയിൽ നിലനിർത്താം എന്ന് പറയുന്ന തരം ബ്ലാക്ക് മെയിലിംഗ്. പിന്നെ ഹോസ്റ്റൈൽ വർക്ക് എൻവയോൺമെന്റ്, അതായത് മോശം കമന്റുകൾ പറയുക, അനാവശ്യമായിട്ട് സ്പർശിക്കുക, ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ അയക്കുക വഴി ഒരാൾക്ക് സമാധാനമായി ജോലി ചെയ്യാൻ പറ്റാത്തവണ്ണം മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന അവസ്ഥ. ഇനി പ്രത്യേകം ഓർക്കുക, ഈ നിയമത്തിന്റെ പരിരക്ഷ സ്ഥാപനത്തിലെ സ്ഥിരം ജീവനക്കാർക്ക് മാത്രമല്ല, താൽക്കാലിക ജീവനക്കാർക്കും ഇന്റേണുകൾക്കും അവിടെ വരുന്ന സന്ദർശകർക്കും വരെ ലഭിക്കും. ഇനി ഇത്തരമൊരു പ്രശ്നം ഉണ്ടായാൽ എവിടെ നിങ്ങൾ പരാതിപ്പെടണം? 10ൽ കൂടുതൽ ജീവനക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റി അഥവാ ICC എന്ന ഒരു ആഭ്യന്തര പരാതി പരിഹാര സമിതി നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഈ കമ്മിറ്റിയുടെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഈ കമ്മിറ്റിയുടെ തലപ്പത്ത് ആ സ്ഥാപനത്തിലെ തന്നെ ഒരു മുതിർന്ന സ്ത്രീ ആയിരിക്കണം. മാത്രമല്ല, കമ്മിറ്റിയിലെ പകുതിയിലധികം അംഗങ്ങളും സ്ത്രീകളായിരിക്കണം. പുറത്തു നിന്നുള്ള ഒരു NGO അംഗവും ഇതിലുണ്ടാകും. പിന്നെ സംഭവം നടന്ന് 3 മാസത്തിനുള്ളിൽ രേഖാമൂലം പരാതി നൽകണം. മാത്രമല്ല, കോൺഫിഡൻഷ്യാലിറ്റി, അതായത് പരാതി നൽകിയ ആളുടെ പേരോ വിവരങ്ങളോ ഒരു കാരണവശാലും പുറത്തുവിടാൻ പാടില്ല. കോൺഫിഡൻഷ്യാലിറ്റി 100% നിർബന്ധമാണ്. തൊഴിലുടമകൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട്. സ്ഥാപനത്തിൽ ഇത്തരം അതിക്രമങ്ങൾ ഒട്ടും വെച്ച് പൊറുപ്പിക്കില്ല എന്ന നിലപാട് അവർ വ്യക്തമാക്കണം. ജീവനക്കാർക്കായി കൃത്യമായ ബോധവൽക്കരണ ക്ലാസുകൾ നൽകുകയും വേണം. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വലിയ പിഴയും ലൈസൻസ് റദ്ദാക്കുന്നത് വരെയുള്ള ശിക്ഷകളും ലഭിക്കാം. അതേസമയം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ നിയമം ദുരുപയോഗം ചെയ്ത് ആർക്കെതിരെയെങ്കിലും വ്യാജ പരാതി അല്ലെങ്കിൽ ഫാൾസ് കംപ്ലൈന്റ് നൽകിയാൽ അവർക്കെതിരെയും സ്ഥാപനത്തിന് കർശന നിയമ നടപടികൾ സ്വീകരിക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, സുരക്ഷിതമായ ജോലി സ്ഥലം എന്നത് ഓരോ സ്ത്രീയുടെയും അവകാശമാണ്. അതാരുടെയും ഔദാര്യമല്ല. പരസ്പര ബഹുമാനമുള്ള ഒരു തൊഴിൽ സംസ്കാരം വളർത്തിയെടുക്കാൻ നമുക്ക് ഒന്നിച്ചു നിൽക്കാം.